ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു വീട് പണിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലെ. ഇത് മിക്കവാറും വീട് കെട്ടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും വീട് പണിയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഇത് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ പൂർണ്ണമായും കാണുക. കാരണം നമ്മളൊരു വീട് കെട്ടുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും ചെറിയ ചെലവിൽ നമ്മളൊരു വീട് പണിയാൻ എങ്ങനെ സാധിക്കുമെന്ന് ഇത് എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയാണ് പറയുന്നത്. അതുപോലെ തന്നെ വീട് പണിയുന്ന സമയത്ത് പുതിയൊരു വീട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വീട് പണിയുന്ന സമയത്ത് വീട്ടിലത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നു. ഇതൊക്കെ സാധാരണ നമ്മൾ പറഞ്ഞു കേട്ട ഒരു കാര്യങ്ങളാണ്. പൊതുവെ എല്ലാവരും അങ്ങനെ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില വീടുകളിൽ കയറി താമസിക്കാൻ കൊള്ളത്തില്ല. വീടൊക്കെ കെട്ടിക്കഴിഞ്ഞ് നല്ല ഗംഭീരമായിട്ട് വീടൊക്കെ കിട്ടും, പക്ഷെ അതിൽ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളും ആണ് ഈ വീഡിയോയിൽ ഇന്നത്തേത്. അപ്പം ഒരു 1000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് കെട്ടുന്ന സമയത്ത് നമ്മൾക്ക് എത്ര ചെലവ് വരും, ഏകദേശം എത്ര ലക്ഷം രൂപ വരും, അത് നമുക്ക് ഏകദേശം അറിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ എത്ര പൈസ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ എത്ര ലോൺ എടുക്കണം, അങ്ങനെ നമ്മളെല്ലാം ചിന്തിച്ചിട്ട്. അതേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഇൻറ്റീരിയൽ ഒന്നും ഉൾപ്പെട്ടിട്ടല്ല. അതുപോലെ അതിലത്തെ എന്താ പറയണ്ട ഡൈനിങ് ടേബിളോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഞാൻ സാധനങ്ങളും പണിക്കൂലിയും വെച്ച് നമ്മൾക്കൊരു വീട് എത്ര ചെലവ് കുറച്ച് ചെയ്യാമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമ്മൾ പണിക്കൂലി ഒരാൾക്ക് കൊടുത്തിട്ട് പണിക്കൂലിക്കാണ് നമ്മൾ ചെയ്യിക്കുന്നത്. അതായത് നമ്മൾ ഫുള്ളല്ല. അപ്പോൾ സ്ക്വയർ ഫീറ്റിന് ഇത്ര എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു കൊടുത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സാധാരണ നമ്മൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ 350 രൂപ സ്ക്വയർ ഫീറ്റിന് ലേബർ കോസ്റ്റിന് ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അതുപോലെ ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്യിച്ചിരിക്കുന്നത്. 350 രൂപയാണ് സ്ക്വയർ ഫീറ്റ് ഞാൻ കൊടുത്ത വീടിന്. അപ്പോൾ സാധനങ്ങളെല്ലാം ഞാൻ തന്നെ എടുത്തു കൊടുക്കണം. എല്ലാ സാധനങ്ങളും അവർ പണി മാത്രമേ അവരുടെ ഉള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പം. പക്ഷേ അതിന് വേണ്ടുന്ന കമ്പി തട്ട് തട്ട് കെട്ടുന്നത്, അതുപോലെ അതിന് വാർക്കയുടെ സമയത്ത് കുത്തി കൊടുക്കുന്ന തൂണുകൾ, അതൊന്നും നമ്മൾ പൈസ കൊടുത്തൊന്നും നമ്മൾ വാങ്ങണ്ട. അതെല്ലാം അവരുടെ അതിൽ വരും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ എൻ്റെ ഒരു എക്സ്പെൻസ് എത്ര വന്നില്ല, ഞാനൊരു ഉദാഹരണത്തിന് ഞാൻ പറയാം. നമ്മൾ കൂലി ഇനത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ കൂലി 3.5 ലക്ഷം രൂപ വരും, 350 രൂപ വെച്ച് വരുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾക്ക് കട്ട, ഇതിന് കെട്ടാൻ ഉപയോഗിക്കുന്ന കട്ട, അതായത് ഇപ്പോൾ സിമെൻറ്റ് കട്ടയായിരിക്കാം, ചിലപ്പോൾ മണ്ണിൻ്റെ കട്ടയായിരിക്കാം, അല്ലെങ്കിൽ വെട്ടുകല്ലായിരിക്കാം. അപ്പോൾ അത് ഓരോ സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ഓരോരാളുടെ ഏരിയയിൽ അനുസരിച്ചായിരിക്കും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മഡ് ബ്രിക്സ് ആണ്, അത് മണ്ണിൻ്റെ കട്ടയാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് എനിക്ക് 40 രൂപയാണ് ഒരു കട്ടയ്ക്ക് വരുന്നത്. അപ്പോൾ ഞാൻ 2100 കട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം 84-85 അടുത്തോളം അതിന് എക്സ്പെൻസ് വന്നു. പിന്നെ വരുന്നത് സിമെൻറ്റ് ഇതുപോലെ ഈ വാർക്കൊക്കെ 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ മെയിൻ വാർക്ക് അടക്കം വരുന്നതാണ് 225 ചാക്കാണ് നമുക്ക് മൊത്തം വേണ്ടത്. താഴത്ത് മുതൽ പില്ലർ മുതൽ നമുക്ക് മുകളിലോട്ട് തറ, പിന്നെ അതുപോലെ മെയിൻ വാർക്ക് വരെ വരുന്നതെല്ലാം ചെയ്തിട്ട് നമുക്ക് വരുന്നത് 225 ചാക്കാണ്. അപ്പോൾ ചാക്കിന് നമ്മൾ അൾട്രാടെക് സിമെൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് 350 രൂപയാണ് നമുക്കൊരു ചാക്കിന്. അപ്പോൾ നമുക്ക് ആ ഇനത്തിൽ നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഏകദേശം 225 ചാക്കിൻ്റെ റേറ്റ് വരുന്ന 78,000 സംതിങ് വരും. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ 78,000 ചില്ലറ വരും. അതുപോലെ സാൻഡ്, അത് പാറപ്പൊടി നമ്മൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു 3 ലോഡ് പാറപ്പൊടി മതി. അതായത് 150 അടിയുണ്ട്, 152 150 അടി ഉള്ള ഒരു 450-500 അടിക്കുള്ളിലെ പാറപ്പൊടി മതി. അതിന് നമുക്ക് പാറപ്പൊടിക്ക് വരുന്ന ഒരു 30,000 രൂപ വരും അതിന്. പിന്നെ സാൻഡ് നമുക്ക് തേക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാൻഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് 10,500 രൂപയാണ്. അത് നമുക്ക് ഒരു ലോഡ് മതി. കാരണം ഞാൻ ഈ കട്ട ഉപയോഗിച്ചത് കൊണ്ട് ഈ കട്ടക്ക് കൂടുതൽ സാൻഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിന് അങ്ങനെ കൂടുതൽ തേപ്പിനൊന്നും കൂടുതൽ നമുക്ക് സിമെൻറ്റോ സാൻഡൊന്നും കൂടുതൽ വേണ്ട. എങ്കിലും നല്ലതായിട്ട് നല്ലതായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്ര ഇത് മതി, ഒരു ലോഡ് മതി. അതുപോലെ നമ്മൾ കട്ടില, ജനൽപ്പാളി, അങ്ങനെയുള്ള എല്ലാ സാധനത്തിനും കൂടി നമുക്ക് 1,70,000 രൂപ. അടുത്തത് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ. അതിന് നമ്മൾക്ക് ഇലക്ട്രോണിക്സിൻ്റെ പ്ലംബിങ്ങിൻ്റെതും രണ്ടടക്കം നമ്മൾക്ക് പണിക്കൂലി അടക്കം 1,60,000 രൂപ മതി. പിന്നെ വരുന്ന ടൈല് നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഇത് 1000 സ്ക്വയർ ഫീറ്റിന് എന്ന് പറഞ്ഞാൽ 1000 കൂടുതൽ വരും. കാരണം 1000 കറക്റ്റായിട്ട് എടുത്ത് കാര്യമില്ല. ബാത്റൂമിലെല്ലാം ഇപ്പോൾ 2 ബാത്റൂം ഉണ്ടെങ്കിൽ 2 ബാത്റൂമിലും ചുമരിനെല്ലാം ഒട്ടിക്കുന്ന സമയത്ത് അത് കൂടുതൽ വരും. അപ്പോൾ നമുക്ക് അതിന് അതിൻ്റെ ടൈലിൻ്റെ കൂലി അടക്കം നമുക്ക് ഏകദേശം ഒരു 1,40 ഉണ്ടായാലും നമുക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പി നമുക്കെന്ന് പറഞ്ഞാൽ ഒരു 2,100 കിലോ കമ്പി വേണം.
അത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 65 രൂപക്ക് നമുക്കത് ആ കമ്പി, ഇപ്പോൾ മെറ്റ്കോൺ കമ്പി നല്ലതാണ് പറഞ്ഞ് ആ കമ്പിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് 1,36,500 രൂപ. അതുപോലെ പെയിന്റിന് നമുക്ക് 1,40,000 രൂപ കൂലി എല്ലാം അടക്കം നമുക്കത്ര മതി. അതുപോലെ നമുക്ക് മെറ്റലുണ്ട്, നമ്മളിതിന് മെറ്റൽ വേണമായിരുന്നു, നമുക്ക് വാർക്കുക സമയത്തുള്ള മെറ്റൽ, അതിന് 8,500 രൂപയാണ് ഒരു ലോഡ് മെറ്റലിന്. അപ്പോൾ നമ്മൾക്കിതിന് 3 ലോഡ് മെറ്റൽ വേണം. അപ്പോൾ ആ 3 ലോഡ് മെറ്റലിന് നമുക്ക് 25,500 രൂപ വരും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വീടിന് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് വേണ്ടത്. പക്ഷേ ഇത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ്, ഇപ്പം ഞാൻ ഈ ചെയ്യുന്നതിൽ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എൻ്റെ റേറ്റിലും വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഇതാണ് ശരിയായിട്ട് ഒരു പൈസ ഏറ്റവും ചെറിയ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണിത്. അടുത്തതായി ഫ്രണ്ട്സ്, നമ്മൾ വീട് പണിയുന്ന സമയത്ത് അപകടങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞില്ലേ, അതിലത്തെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടാകും. അപ്പോൾ അതുതന്നെയായിരുന്നു, നമ്മൾക്കത് ടെൻഷനായിരുന്നു. വീട് പണി നടക്കുന്നതാണ്, അന്നേരം നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മറ്റുള്ളവർക്ക് നമ്മൾക്ക് മറ്റൊരാൾ വീട് പണിയുന്ന സമയത്ത് അവിടെ എന്താ നടക്കുന്നില്ല അറിയാനുള്ള ഒരു ആകാംക്ഷയില്ലേ, അതായിരുന്നു എനിക്ക് ആദ്യമൊക്കെ. പക്ഷേ പിന്നെ നമ്മുടെ വീടിൻ്റെ പണീൻ്റെ സമയത്ത് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് വീടിൻ്റെ പണിയുടെ ഏറ്റവും ലാസ്റ്റായി നമ്മളൊരു കയറി താമസത്തിനൊരു ഡേറ്റ് ഏകദേശം നമ്മൾ തീരുമാനിച്ച സമയത്താണ്. പിന്നെ ഒരു 20 ദിവസം മാത്രമേ ഉള്ളൂ. ആ 20 ദിവസത്തിൽ നമ്മൾ പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്മുടെ ഭാഗത്ത് നിന്നെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ ലേബേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു ദിവസം ചില സമയത്ത് ആൾക്കാർ വരില്ല, ഒരേ സമയത്ത് തന്നെ അവർ 2-3 വർക്കുകൾ അവിടെ ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലുണ്ടാകുന്ന കാലതാമസം കാരണം നമ്മൾ ഈ കയറി താമസത്തിന് ഒരു 3-4 ദിവസം മുമ്പ് വരെ ഇതൊരു മൊത്തത്തിലൊരു എല്ലാ ആൾക്കാരും വന്നിട്ട് ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷൻ അടിക്കാനുള്ളൂ. അതായത് ആദ്യം കെട്ടുന്ന സമയത്തോ വേറെന്നോ പണിയെടുക്കുന്ന സമയത്ത് തന്നെ വളരെ നീറ്റായിട്ട് വളരെ ആൾക്കാരൊന്നും വളരെ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കും. പിന്നെ എന്താവും, ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് വരും. നമ്മൾ കയറി താമസത്തിന് ഡേറ്റ് ആവുന്നതിന് മുമ്പ് 3-4 ദിവസം മുമ്പ് മൊത്തം വരും. പിന്നെ ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെള്ളം നനയ്ക്കാൻ നമ്മൾക്ക് 2ാം നിലയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ലേഡീസിന് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വെള്ളം നനയ്ക്കാനില്ലെങ്കിൽ നമ്മൾ വിഷമിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ഐഡിയയിൽ ചെയ്തൊരു കാര്യങ്ങളാണ്. അതായത് ഈ മുകളിൽ കയറി വെള്ളം നനയ്ക്കാനൊന്നും പ്രയാസമാണ്. കാരണം ഇങ്ങനെ വെള്ളം നനയ്ക്കാനൊന്നും പറ്റില്ല. 2ാമത്തെ നില എന്ന് പറയുമ്പോൾ പറ്റത്തേയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത ഫസ്റ്റ് ഫ്ലോറിന് ആദ്യത്തെ തന്നെ കെട്ടുമ്പോൾ നമ്മളിങ്ങനെ തന്നെ ചെയ്തത്. മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഒരു പൈപ്പ്, ഇരുമ്പിൻ്റെ വെയിറ്റ് ഇല്ലാത്ത ഒരു പൈപ്പ് എടുത്ത് നമ്മൾ ഓസ് അതിലേക്ക് കെട്ടിക്കൊടുത്ത് അതിന് നമ്മൾക്ക് ഇതിനനുസരിച്ചിട്ട് ഹൈറ്റിൽ നമ്മൾ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കാരണം അത് കറക്റ്റായിട്ട് അത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലൂടെ മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് നമുക്ക് നനയ്ക്കാനും ഒരു പ്രയാസമില്ല. അത് നമുക്ക് ഉപകരിച്ചു. അല്ലെങ്കിൽ നമ്മളൊരാളെ പണിക്ക് നിർത്തിയിട്ട് ആ വെള്ളം ഒഴിക്കാൻ വേണം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞാൽ വീടിൻ്റെ പണി മുകളിൽ എത്തുമ്പോൾ എപ്പോഴും പണിക്ക് വേണം ആൾക്കാരെ. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്തതാണ്. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ, ഈ അപകടത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഈ ലാസ്റ്റ് ഘട്ടത്തിലാണ് എല്ലാ പണിക്കാരും ഒന്നിച്ചു വരുന്നത്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയും സിമെൻറ്റ് വേണം, നമ്മളെന്നാൽ പിന്നെ ഓക്കെ സിമെൻ്റ് അല്ലേ, ഇനി വേറെ ആയിരിക്കും എന്തോ വേണോ, ആരും ഒന്നും പറയത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് വരുമ്പോഴേക്ക് ഇലക്ട്രിക്കലിൻ്റെ വർക്ക് ചെയ്യുന്നവർ പറയും നമുക്ക് അവിടെ പ്ലംബിങ്ങിൻ്റെ ഒരു സാധനം വേണത്തില്ല, അത് പോയി വാങ്ങണം എന്ന് പറയും. അപ്പോൾ നമ്മൾ വീടും ഈ കടയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. എങ്ങനെ 2-3 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും മിക്കവാറും അധികം ആൾക്കാരുടെ. പോട്ടെ അടുത്ത് തന്നെയാണെങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ ഈ ടെൻഷനിൽ എടുത്തിട്ട് നമ്മൾ ഇത് എടുത്ത് അടുത്തേക്ക് പോകുന്നു. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് പെട്ടെന്ന് തീരണമെന്നില്ല, ഭയങ്കര തിരക്കാക്കി തീരണമെന്നില്ല. ഇതാണ് എല്ലാവരെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം, ബന്ധുക്കളെ വിളിക്കണം, എല്ലാവരെയും നമ്മളിങ്ങനെ വിളിക്കണം, അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെടുത്ത സാധനം വാങ്ങാൻ ഇത് തരും. നമ്മൾ പ്രതീക്ഷിക്കാതെ, നമുക്കൊന്നും ഒരു പ്രതീക്ഷയില്ലാതെ പലതരം വർക്കുകൾ നമ്മളെ കയ്യിലേക്ക് വന്നുവിടും. നമ്മൾ ഈ സാധനം വാങ്ങാൻ കടയിലെത്തുമ്പോഴേക്ക് കടയിലാണെങ്കിൽ നിന്നും തിരിയാൻ പറ്റാത്ത തിരക്കുണ്ടാവും. നമ്മളെ മാത്രമൊന്നുമല്ലല്ലോ, മറ്റു ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ചാക്ക് സിമെൻറ്റോ 2 ചാക്ക് സിമെൻറ്റോ വാങ്ങിയിട്ട് നമ്മൾക്ക് ഇവിടുത്തെ കൊണ്ടുവരും. നമുക്ക് കാറിൽ കൊണ്ടുവരാൻ സിമെൻറ്റ് കൊണ്ടുവന്നാൽ കാർ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഓട്ടോറിക്ഷ സാധാ ഓട്ടോക്കാർ വരത്തില്ല. പിന്നെ വരുന്നത് ഈ പിക്കപ്പ് പോലത്തെ ചെറിയ ഓട്ടോ ഉണ്ട്. ആ ഓട്ടോയിൽ വിളിച്ചു കഴിഞ്ഞാൽ 250 രൂപ കൊടുക്കണം. അപ്പോൾ ഒരു ചാക്ക് സിമെൻ്റ് ആയിട്ട് വാങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഈ 350 രൂപക്കൊന്നും കിട്ടത്തില്ല. അതൊക്കെ 380 ആകും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ചാക്ക് സിമെൻറ്റിനെയാണ് നമ്മൾക്ക് 2 ചാക്ക് സിമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾക്ക് 200 രൂപയെല്ലാം ഓട്ടോറിക്ഷക്കും കൊടുക്കേണ്ടത്. അപ്പോൾ 350 പ്ലസ് ഒരു സിമെൻറ്റിന് 480 രൂപ വന്നു ഒരു ചാക്കിന്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്താഗതിയും മനസ്സിൽ ഭയങ്കരമായിട്ട് വരും. അപ്പോൾ നമ്മൾക്ക് അത് ഭയങ്കര ഇതായി പോലെ. നമുക്ക് ഒന്നാമത് സ്ഥലങ്ങളില്ല. ഈ 5 സെൻറ്റ് സ്ഥലത്ത് വീട് കെട്ടുന്നവർക്ക് ഇതിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കാനോ ഒന്നും സൗകര്യം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ വന്നു. അത് നമ്മളിവിടെ കൊണ്ടുവന്ന് കൊടുത്ത് കഴിയുമ്പോഴേക്ക് വേറെ ആൾ വിളിച്ചിട്ട് പറയും നമുക്ക് കുറച്ച് കമ്പി വേണം, എന്തെങ്കിലും ഗേറ്റിൻ്റെതോ
വേറെ പണിയെടുക്കുമ്പോൾ അതിന് കമ്പി വേണമെന്ന് പറയും. നമ്മൾ ഈ കമ്പി വാങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെ പോകും. അപ്പോൾ ഒരു ദിവസം നമ്മളവിടെ വന്നു നിന്നാൽ നമ്മൾക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് ഇതുപോലെ റെസ്റ്റ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കൂടെ ഓടേണ്ടി വരും. പിന്നെ നമുക്ക് അവിടെ വന്നാൽ ഒരു ഇരിക്കാനൊരു സൗകര്യമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ മിക്കവാറും കാർ എവിടെയെങ്കിലും അടുത്ത ഏതെങ്കിലും പറമ്പിലോ എവിടെയെങ്കിലും ദൂരത്തെവിടെയും പാർക്ക് ചെയ്തിട്ട് അത് ഈ വെയിലത്തല്ല നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കും കുറച്ച് നേരം, പിന്നെ ഇവിടെ വന്ന് നോക്കും. അപ്പോൾ നമ്മൾ മൊത്തം ഒരു ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും നമ്മൾക്ക്. സാധാ വീടിൻ്റെ പണിയെടുക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും. അപ്പോൾ നമ്മുടെ സ്വന്തം വീടിനോട് ചേർന്നിട്ടാണ് കെട്ടിയാണ് അങ്ങനെ നമുക്ക് അത്ര പ്രയാസം വരത്തില്ല. ഇത് അല്ല നമ്മൾ കുറച്ച് ദൂരം താമസിക്കുന്നതാണ് വലിയ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ നമ്മൾ വണ്ടി എടുത്ത് എവിടെയും പോകുന്ന സമയത്ത് നമ്മൾക്കറിയാതെ നമ്മുടെ മൈൻഡ് ഒന്നാമത് ക്ലിയർ ആയിരിക്കില്ല. നമ്മുടെ മനസ്സ് എവിടെയോ ആയിരിക്കും നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത്. അപ്പം നമ്മൾ മുമ്പിൽ കാണുന്ന വണ്ടിയോ എല്ലാം തട്ടയും മുട്ടയൊക്കെ ചെയ്യാം. അതാണ് ഒന്നാമത്തത്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഇവിടെ അനുഭവം ഉണ്ടായിരുന്നു. ഈ 3-4 വീടുകളിൽ ഇവിടെ എല്ലാവർക്കും വീണിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഈ വീട് പണി നടക്കുന്ന സമയത്ത് വൈഫ് വീണു. അതും ഒരുപാട് കല്ലും അതുപോലെ പലകളും കമ്പിയും എല്ലാം ഇങ്ങനെ ഡിസോർഡറായിട്ട് കിടക്കുന്നതാണ്, മെറ്റലും അതും ഇതെല്ലാമായിട്ട്. അപ്പം അതിലൂടെ പോയി നിന്നൊരു കല്ലിൻ്റെ മുകളിൽ നിന്നിട്ട് എന്തോ പണി നോക്കിയൊക്കെ ചെയ്തു അവരുടെ സംസാരിച്ചു. അതേപോലെ വീണു അവിടെ. അപ്പോൾ കൈ ഒടിഞ്ഞു, ആദ്യം പ്ലാസ്റ്റർ ചെയ്യാനും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അതപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ എല്ലാവരും കൂട്ടി വായിക്കും. മിക്കവാറും അതാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത്, അത് ഇവിടുത്തെ ഒരു 3-4 വീട്ടിലത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ വേറൊന്ന്, നമ്മളൊരു വീടിൻ്റെ എല്ലാം നല്ല രീതിയിൽ വീടൊക്കെ പണിത് കഴിഞ്ഞ് നമ്മളൊരു കയറി താമസിക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഈ കയറി താമസിച്ച് ആ വീട്ടിൽ നമുക്ക് ശരിക്കും ഒരു ഉറക്കം കിട്ടത്തില്ല. അല്ലെങ്കിൽ എപ്പോഴും വഴക്കാണ്, അല്ലെങ്കിൽ അവിടെ എപ്പോഴും പ്രശ്നമാണ്. എന്തെങ്കിലും തരത്തിൽ ആ വീട്ടിൽ നമ്മളെ അലട്ടുന്ന പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് നമ്മളിൽ തന്നെ ഉണ്ടായ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ ഒരു വീടിൻ്റെ ആദ്യത്തെ പണി കൊടുത്തിരുന്ന ഒരു കോൺട്രാക്റ്റുകാരനാണ്. അപ്പോൾ അയാൾ ചെയ്ത വർക്ക് എന്തോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പെൻസ് കൂടുതലായിരുന്നു നേരത്തെ. ഒരുപടി എക്സ്പെൻസ് കൂടി വരുന്നതായതുകൊണ്ട് നമ്മൾ അയാളെ ഒഴിവാക്കി. അപ്പോൾ അയാൾ പില്ലറിൻ്റെ ആ ലെവലിൽ വെച്ചിട്ട് അയാൾ നിർത്തി താഴത്ത്. അതിനുശേഷം നമുക്ക് തറയുടെ ബെൽറ്റ് വാർക്കുന്ന മുതൽ നമ്മൾ അവിടുന്ന് കൂടി പുതിയ ആൾക്ക് കൊടുത്തു. അതുകൂടാതെ നമ്മളൊരു കാര്യം കൂടി ചെയ്തു. നമ്മൾ ചെയ്തെന്തെന്ന് വെച്ചാൽ, നമ്മുടെ വീടിന്റെ കണക്ക് നമ്മൾ മുമ്പ് വരക്കുന്ന സമയത്ത് ചെയ്ത ആൾ അത് കറക്റ്റാണ്, അത് ശരിയാണെന്നെല്ലാം പറഞ്ഞാൽ നമ്മൾക്ക് തന്നത്. എങ്കിലും നമ്മളത് വീണ്ടും ഒരാളെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഒരു പ്രായമുള്ള ഒരു റിട്ടയർഡായ ഒരു എഞ്ചിനീയറാണ്. ഒരുപടി വീടുകൾക്ക് പ്ലാനും കാര്യങ്ങളും ചെയ്തൊരു ആളാണ്. അപ്പോൾ അയാളെ കാണിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഇതിന്റെ ചുറ്റളവിൽ വ്യത്യാസമുണ്ട്, ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മറ്റു പല പ്രശ്നങ്ങളും വീടുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതിൽ ചെറിയൊരു മാറ്റം വരുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, കിച്ചന്റെ സൈഡിൽ കുറച്ച് 1 മീറ്ററോളം കൂട്ടി എക്സ്ട്രാ എടുത്തു. അത് എടുത്തതിന് നമ്മൾക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്തുണ്ടെന്ന് വെച്ചാൽ, അവിടെ നിന്ന് കൂടി നമുക്ക് പുറത്തേക്ക് ഒരു ബാൽക്കണി കിട്ടി, മുകളിലത്തെ 2ാം നിലയിലേക്ക് ഒരു ബാൽക്കണി കിട്ടി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീടിന് 3 ബാൽക്കണി ആയി. അപ്പോൾ അത് അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ അഡീഷണൽ വരുന്ന ചെലവുകളൊക്കെ കുറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് 1 ലക്ഷം രൂപ എടുത്ത് നമ്മൾ അങ്ങോട്ട് ഇന്ന് രാവിലെ എടുത്തു നമ്മൾക്ക് വൈകുന്നേരം നമ്മൾക്ക് 1 ലക്ഷം രൂപ തീർന്നു. അപ്പോൾ നമുക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ടായിരുന്നു പൈസ പോകുന്നുണ്ടായത്. അപ്പോൾ തറ പോലും ആയില്ല. പക്ഷെ നമ്മൾ പിന്നെ തറ കെട്ടി പിന്നെ മുകളിലേക്ക് എത്തി ഏകദേശം വാർക്ക വരെ എത്തുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ, അതായത് നമ്മൾ രൂപ ചെലവാകുന്ന വളരെ കുറവായിരുന്നു. നമ്മൾ മറ്റേതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപടി വ്യത്യാസം ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ഒരു മാറ്റം കിട്ടി. അതുപോലെ തന്നെ വീടിന്റെ പണിയും വളരെ ഫാസ്റ്റായിട്ട് പോയി. അതുവരെ ഇങ്ങനെ ഒരു 45 ദിവസം എടുത്തിട്ടാണ് ഈ 17 പില്ലർ താഴത്തുനിന്ന് ഇങ്ങനെ കളിച്ച് പണിയെടുത്തത്. പക്ഷെ പിന്നെ നമുക്ക് അതൊക്കെ വളരെ ഫാസ്റ്റായി നമ്മൾക്ക് നല്ല സ്പീഡായിട്ട് പോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മളൊന്നും നല്ല കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾക്ക് പ്ലാൻ വരച്ചു തരുന്നവർ പല ആൾക്കാരും വരച്ചു തരും. എല്ലാവരും നമ്മുടെ കണക്ഷനിൽ കൂടെ വരയ്ക്കുന്നത് നമ്മൾ അധികം ഉപയോഗിക്കുന്നത്. അതായത് മീൻസ് നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും, സിവിൽ കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടാവും, അവരെ വെച്ച് നമ്മളിത് ചെയ്യും. അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ആൾക്കാരുണ്ടാവും, അവരെ വെച്ച് ചെയ്യും. പക്ഷേ അത് എത്രത്തോളം ഇതിൽ ഉൾക്കൊള്ളുന്നു ഈ കണക്കിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതൊന്ന് വിശ്വസിക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഇത് ചെലവ് മാത്രമല്ല, പിന്നെ അങ്ങനെ നമ്മൾ നോക്കാതെ കെട്ടിയൊരു വീട്ടിൽ നമുക്ക് ചിലപ്പോൾ കയറി താമസിക്കാനും കൊള്ളത്തില്ല. അതുകൊണ്ട് എനിക്കതിൽ എൻ്റെ ഈ വീട് കെട്ടുന്നതിലൂടെ അനുഭവത്തിലൂടെ മനസ്സിലായ കാര്യമാണ്, കണക്ക് കൃത്യമായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. അതിലെന്താ തെറ്റിരിക്കുന്നത്? നമ്മൾ ബാക്കി എല്ലാത്തിനും പൈസ ചിലവാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരാൾക്ക് ഈ കണക്ക് നോക്കുന്ന ഒരാൾക്ക് ഒരു 2000 അല്ലെങ്കിൽ ഒരു 5000 രൂപ കൊടുക്കാൻ നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നു? നമ്മൾ പ്ലാൻ വരക്കുന്ന ആരെങ്കിലും വരച്ചോട്ടെ, നമ്മളെ വേണ്ടപ്പെട്ടവരാരെങ്കിലും വരച്ചോട്ടെ, പക്ഷേ അതിനുശേഷം നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് പിന്നെ നമ്മൾ കെട്ടിക്കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പിന്നെ ആരെ കുറ്റപ്പെടുത്താനും നമ്മൾക്ക് ആരോടും പറയാനും ഒന്നും പറ്റാത്തൊരു സ്റ്റേജ് ആയിരിക്കും. അതുകൊണ്ടൊരു വീടല്ലേ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. അതിൽ എല്ലാവർക്കും ഇത് യോജിക്കണമെന്നില്ല, എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറേ ഇതിലൊരു പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വീട് കെട്ടുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ നിന്ന് എല്ലാ
ഫീൽഡിൽ നിന്നും ആൾക്കാർ കമ്മീഷൻ വാങ്ങുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. എങ്കിലും പല ആൾക്കാരും, അതായത് നമ്മളിവിടെ ഒരു ടൈലിന്റെ വർക്കിന് പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ പേരിൽ 4000 രൂപ കമ്മീഷൻ വാങ്ങി ഒരു പാർട്ടി. അത് ടൈലിന്റെ പണിക്കാർ നമ്മളോട് പറഞ്ഞു. അതുപോലെ തന്നെ പല സ്ഥലത്തും പണിയെടുക്കും. ഞാൻ ഈ കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, അവർ വാങ്ങിയ ഇലക്ട്രോണിക് സാധനവും പെയിന്റിന്റെ സാധനവും എല്ലാം വാങ്ങിയെടുത്തുനിന്ന് ഈ പണിക്കാർ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, 6% കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപേന്റെ സാധനം നമ്മൾ എടുക്കുകയാണ്, പെയിന്റിന്റെ കടയിൽ നിന്ന് 1 ലക്ഷം രൂപേന്റെ സാധനം എടുക്കുകയാണ്, അവർക്ക് 6000 രൂപ അവർ പണിക്കാർ വാങ്ങിയിട്ട് പോകും. കാരണം കടക്കാരൻ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പണി കൊണ്ട് തരുന്നത് ഈ പണിക്കാരാണ്. ഈ പെയിന്റ് ഒക്കെ അവിടുന്ന് വാങ്ങുന്നതിന് മെയിൻ കാരണം തന്നെ ഈ പണിക്കാർ പറയുന്ന സാധനങ്ങളാണ് അവിടുന്ന് വാങ്ങുന്നത്. അതുകൊണ്ട് 100% കടക്കാർ അതിന് നിൽക്കും. അതൊന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ നമ്മൾ സിമെന്റ് വാങ്ങുകയാണെങ്കിലും കമ്പി വാങ്ങുകയാണെങ്കിലും കട്ട വാങ്ങുകയാണെങ്കിലും എന്തെന്നില്ല ഏത് സാധനം വാങ്ങിയാണ് ടൈലാണെങ്കിലും എല്ലാ സ്ഥലത്തും വാങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് കമ്മീഷൻ നമ്മളിൽ നിന്ന് ഒരു പൈസ കുറച്ചിട്ട് നമ്മുടെ അടുത്ത് കൂട്ടിയെടുക്കും, നമ്മൾക്കൊന്നും കുറയ്ക്കില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു. ഞാനിത് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇതെല്ലാം ഡയറക്റ്റ് ഓരോ സ്ഥലത്തുനിന്ന് ഈ പണിക്കാരുമായിട്ട് ബന്ധപ്പെടാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത്. അതുകൊണ്ട് എനിക്ക് എന്തായെന്ന് വെച്ചാൽ എനിക്ക് ഈ പൈസയൊക്കെ എനിക്ക് മെച്ചമുണ്ട്. കാരണം ഇവിടെ ഒരേ സമയത്ത് ഇവിടെ ഒരു 3-4 വീട് പണി നടക്കുന്നുണ്ട്. അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്രയും ഒരു 10-70,000 രൂപ എനിക്കിങ്ങനെ ഒരു കമ്മീഷൻ ഇനത്തിൽ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കിത് മനസ്സിലാവാൻ കാരണം, ഞാനിത് ടൈലിന്റെ പണിക്കാരൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ടൈലിന്റെ പണിക്കാരൻ പറഞ്ഞു, നിങ്ങൾ തന്ന പൈസയിൽ നിന്നും എനിക്കൊന്നല്ല വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ അതിൽ നിന്ന് 4000 രൂപ എന്നെ ഇവിടത്തേക്ക് പരിചയപ്പെടുത്തി തന്ന പെയിന്റിന്റെ പണിക്കാരന് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ച് ഞാൻ വേറെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് മനസ്സിലായത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ ഞാൻ അതുവരെ ചെയ്തതെല്ലാം ഞാൻ ഇവരായിട്ടും ബന്ധപ്പെടാതെയായിരുന്നു. പക്ഷേ ഈ ടൈലിന്റെ മാത്രം ഞാൻ അങ്ങനെ ചെയ്തു. ബാക്കിയൊക്കെ ഞാൻ ചെയ്തതെല്ലാം വേറെ വേറെ സ്ഥലത്തു നിന്നാണ്. എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഞാൻ ഒരു സാധനം എടുത്തില്ല. ഇവർക്ക് ഒരിക്കലും മനസ്സിലാവുന്ന തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല. അവർ ഞാൻ പോയി എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ടാന്ന് പറയും. ഇന്ന് നിങ്ങൾ ലീവ് എടുത്തോ. കാരണം വെച്ചാൽ അവർ അവിടെ പോയിട്ട് എടുക്കേണ്ട ആവശ്യം തിരിക്കുന്നു, ഞാനിവിടെ എല്ലാം എടുത്തു കൊടുക്കാൻ നിൽക്കുമ്പോൾ. അതുകൊണ്ട് ഫ്രണ്ട്സ് ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾക്ക് സാധനങ്ങൾ വേണമെങ്കിൽ നമ്മൾ തന്നെ നേരത്തെ കാലത്തെ നമ്മൾ എടുത്ത് വെക്കുന്നതായിരിക്കും. എന്തായാലും അവർ നമ്മൾക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ഒരു പണി തരും. കാരണം വെച്ചാൽ അവർ പെട്ടെന്ന് സാധനങ്ങൾ പറയും. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾക്ക് മറ്റെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതിൽ നമ്മൾ മുഴുകിപ്പോവും. ഹലോ ഫ്രണ്ട്സ്, വേറൊരു കാര്യം കൂടി. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഗേറ്റ് കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞാൽ 13 അടി നീളവും 5 അടി ഹൈറ്റുള്ള ഈ ഗേറ്റിന്റെ ശരിക്കുമില്ല റേറ്റ് എത്ര എന്ന് വെച്ചാൽ 17,000 രൂപ വരും. ഇത് നമ്മൾ സ്വന്തം ഉണ്ടാക്കുകയാണെങ്കിൽ 17,000 രൂപ. നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പണിക്കാർക്ക് ലേബർ കോസ്റ്റും ബാക്കി സാധനങ്ങളും വാങ്ങിക്കൊടുത്ത് നമുക്ക് അത്രയും വരും. അല്ല നമ്മളിപ്പോൾ ഇതുപോലെ ഗേറ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ നമ്മൾ അതിന് 35,000 രൂപ കൊടുക്കണം. ഒരുപക്ഷെ അവർ എന്തെങ്കിലും ഒരു 1,000-500 രൂപയോ ഡിസ്കൗണ്ട് ചെയ്തു തരും. അത് വലിയ കാര്യം പോലെ ചെയ്തു തരും. പക്ഷേ ഫ്രണ്ട്സ്, നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു 100 വട്ടം ആലോചിക്കുക. നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതിന് നമ്മൾക്ക് സമയമില്ല, അതിന് നമ്മൾക്ക് പറ്റത്തില്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമുക്ക് ഇതിന് ഏകദേശം 17,000 രൂപേൻ്റെ അടുത്തോളം നമുക്കിതിൽ ഒഴിഞ്ഞു കിട്ടി. ആ 17,000 രൂപ നമ്മൾക്കെന്ന് പറഞ്ഞാൽ എത്ര ദിവസം പണിയെടുത്താലാണ് നമുക്ക് 17,000 രൂപ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്? സാധാ ഒരു പണിക്കാരെ സംബന്ധിച്ചിടത്തോളം തന്നെ നോക്കുക. അപ്പൊ നമുക്ക് ഇതിന് മെനക്കെടേണ്ടത് ഒരു ദിവസം മെനക്കെട്ടാൻ വേണ്ട. ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ എവിടെയാണ് ഇത് ഈ തകിട് കട്ട് ചെയ്യുന്ന സ്ഥലം, ഇതൊക്കെ നമുക്ക് എവിടെയായാലും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അവിടുന്ന് വരുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ അതിന്റെ എക്സ്പെൻസ് എത്രയാണ്, അതിന്റെ ഷീറ്റിന് എത്രയാണ് അവർ കട്ട് ചെയ്ത് വരുമ്പോൾ, അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നിറയെ ഒരുപടി മെച്ചങ്ങളുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും അപാകതകളോ എന്തെങ്കിലും പോരായ്മകളോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക.